This is the first question. Choose the correct answer from the option given. Which of the following is divisible by 5? കൊണ്ട് divisible ആണോ എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക. ലാസ്റ്റത്തെ ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ അത് divisible by 5 ആയിരിക്കും. സോ ഓപ്ഷൻ 120 ആണ് വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പറിന്റെ പ്രത്യേകത ആ നമ്പറും 1 അല്ലാതെ വേറെ ഒന്നും ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പം പ്രൈം നമ്പർ എന്ന് പറയുന്നത് 29. HCF of 24 and 36. അപ്പോൾ 24നെ 36നെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് HCF. ഇത് 12 കിട്ടും, ഇത് വരുമ്പോൾ 18 കിട്ടും. Then 3 is a common number, 2 is also common. So 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 86 and this is 9. Then we can divide both by 3. അപ്പോൾ 2ഉം 3ഉം കിട്ടും. അപ്പോൾ ഇവിടെ HCF ഇവിടെ ഇനി കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ 2 into 2 4, 4 into 3 12. ഓപ്ഷൻ ബി. LCM of 4 and 5. ഇത് കോപ്പറേറ്റ് നമ്പേഴ്സ്, അവർക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ 4 into 5 ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 48? 48ന്റെ ഫാക്ടർ അല്ലാത്ത ഏതാണെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാം 5 ഫാക്ടർ അല്ല, കാരണം ലാസ്റ്റത്തെ ഡിജിറ്റ് 5 അല്ല. സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 6. 6ന്റെ എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സിൻ്റെ സം. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 6. ഇവിടെ 1 + 2 3, 3 + 3 6, 6 + 6 12. അപ്പോൾ 6ന്റെ ആൻസർ 12. എ നമ്പർ ഈസ് divisible by 9. 9ഉമായിട്ട് divisible ആവണമെങ്കിൽ അതിൻ്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? divisible by 9 ആയിരിക്കും. സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പർ സ്മോളസ്റ്റ് ഈവൻ അല്ലെങ്കിൽ 1 and only 1 ഈവൻ പ്രൈം നമ്പർ. സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. കോമ്പോസിറ്റ് നമ്പർ ഏറ്റവും സ്മോളസ്റ്റ് വരുന്നത് 4 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോപ്രൈം? കോപ്രൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് 1 വരാൻ പറ്റുള്ളൂ. ഇവിടെ 3ഉം 5ഉം എടുക്കുമ്പോൾ അതിൻ്റെ LCM എന്ന് പറയുന്നത് LCM അല്ല, HCF ഓഫ് 3 and 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ വരാനുള്ളൂ. The number 245 is divisible by, and the last digit നോക്കിയാൽ 5 ആണ്. അപ്പോൾ ഇത് divisible by 5 ആയിരിക്കും. ഇനി a box contain 126 pencil. Teacher wants to distribute them equally among students without any pencil left. അപ്പോൾ ടോട്ടൽ 126 പെൻസിൽ ഉണ്ട്. ടീച്ചർക്ക് അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കണം. ഒരെണ്ണം പോലും ബാക്കി വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫോർ ഹൗ മെനി സ്റ്റുഡൻസ് ക്യാൻ ഷീ ഡിസ്ട്രിബ്യൂട്ട് ദം ഇഫ് ഈച്ച് ഗ്രൂപ്പ് ഹാസ് ഈക്വൽ നമ്പർ ഓഫ് പെൻസിൽ? ഓരോ ഗ്രൂപ്പിന് ഈക്വൽ നമ്പർ ഓഫ് പെൻസിൽ കിട്ടുമെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും? റൈറ്റ് എനി 2 പോസിബിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഏതെങ്കിലും 2 എണ്ണം എഴുതാനായിട്ട്. അപ്പോൾ 126ന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്ത ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1, 2, 3, 6, 7, 9, 14, 18, 21, 42, 63, 126. അപ്പോൾ ഇത്രയും രീതിയിൽ ടീച്ചേഴ്സിന് വേണമെങ്കിൽ പെൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി 2 പോസിബിൾ നമ്പേഴ്സ് ഫോർ സ്റ്റുഡൻസിന് പറ്റുന്ന പോസിബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 പോസിബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 6ഉം 9ഉം ആണ്. വേറെ ഏത് വേണമെങ്കിലും എടുക്കാം. 1ഉം 126 വെച്ച് ബാക്കി ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. 2 bell rings at interval 8 minutes and 12 minutes. If they ring together at 9 AM, then will they ring together again? ഇനി എപ്പോഴാണ് അവർ ഒരുമിച്ച് അടിക്കുന്നത്? ഇപ്പം ഈ മിനിറ്റിന്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ മിക്കപ്പോഴും LCM തന്നെയാണ് വരുന്നത്. 8ന്റെയും 12ന്റെയും LCM കണ്ടുപിടിക്കാം. 8ന്റെയും 12ന്റെയും LCM 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4ഉം 6ഉം വരും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2ഉം 3ഉം കിട്ടും. അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 4, 4 × 2 8, 8 × 3 24. അപ്പോൾ ഇനി ഇവർ ഒരുമിച്ച് വരുന്നത് 24 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം 9 AM ഇത് ആദ്യത്തെ ഒരുമിച്ച് അടിച്ചെങ്കിൽ പിന്നെ വരുന്നത് 9:24 AM ഇവർ വീണ്ടും ഒരുമിച്ച് അടിക്കുന്നത്. 2 ropes of length 36 meter and 48 meter are to be cut into 2 equal pieces without any rope left. ഒറ്റ ബാക്കി പോലും ഇല്ലാതെ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തു. ഈ ലെങ്ത്തിൽ 2 റോപ്പും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാക്സിമം എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF ആണ്. മിനിമം ആണെങ്കിൽ LCM ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 36ഉം 48ന്റെയും
HCF കണ്ടുപിടിക്കാം. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 18 കിട്ടും, ഇത് 24 കിട്ടും. വീണ്ടും ഈവൻ നമ്പർ ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 9 കിട്ടും, 12 കിട്ടും. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 3 4. ഇവിടെ പ്രൈം കോമൺ ആയിട്ട് ആരുമില്ല. അപ്പോൾ ആൻസർ വരുമ്പോൾ 2 × 2 × 3. അപ്പോൾ 2 × 2 4, 4 × 3 എന്ന് പറയുമ്പോൾ 12. അപ്പം മാക്സിമം ലെങ്ത് റോപ്പിന്റെ അകത്ത് ലെഫ്റ്റ് വരാതെ എടുക്കണമെങ്കിൽ 12 തന്നെ. രവി സേസ് 8 and 15 ആർ കോപ്രൈൻ നമ്പേഴ്സ്. ഡു യു എഗ്രി? 8 ഉം 15 കോപ്രൈൻ നമ്പേഴ്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. 8ന്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1, 2, 4, 8. 15ന്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1, 3, 5, 15. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കോപ്രൈൻ നമ്പേഴ്സ്. എ നമ്പർ ഈസ് formed by arranging the digit 2, 3, 4, 5 in any order. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇത് എഴുതാം. ഫൈൻഡ് വൺ സച്ച് നമ്പർ ദാറ്റ് ഇറ്റ് ഈസ് ബോത്ത് ഡിവിസിബിൾ ബൈ 2 and 5. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എഴുതുമ്പോൾ ഈ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം? ഏത് ഓർഡറിൽ എഴുതിയാലും വേണ്ടിയില്ല, പക്ഷേ ഇത് എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ ഈ ഡിജിറ്റ് 2 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഡിവിസിബിൾ ബൈ 2ഉം ഡിവിസിബിൾ ബൈ 5ഉം വരണമെങ്കിൽ ഇവിടെ 2, 3, 4, 5 എന്നാണ് വന്നത്. അപ്പം ഈ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റത്തെ ഡിജിറ്റ് 0യോ 5ഉം വേണം. പിന്നത്തെ റിക്വയർമെന്റ് വരുന്നത് ഡിവിസിബിൾ ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. 0, 2, ലാസ്റ്റത്തെ ഡിജിറ്റ് 0, 2, 4, 6, 8. അതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് എൻഡിങ് വിത്ത് 2 ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? അത് ഡിവിസിബിൾ ബൈ 2 എന്ന് എടുക്കാൻ പറ്റും. അപ്പം ഇവിടുത്തെ ഇതിപ്പോൾ ഓർഡറിൽ എഴുതുവാണെങ്കിൽ 2, 3, 4, 5 എഴുതുവാണെങ്കിൽ ഓക്കെ, ഇത് ഡിവിസിബിൾ ബൈ 5 ആണ്. പക്ഷെ ഇത് 2 കൊണ്ടും കൂടി ഡിവിസിബിൾ ആവണമെങ്കിൽ നമ്മൾ വേറെ ഒരു നമ്പർ എടുക്കേണ്ടി വരും. 2, 3, 5, 4 ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി രണ്ട് നമ്പർ ബോത്ത് ഡിവിസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഏതെടുക്കണം? 2, 4, 5, 0. ലാസ്റ്റ് ഡിജിറ്റ് 0 വരാൻ പാടില്ല, പക്ഷെ ഇവിടെ 0 പറഞ്ഞിട്ടില്ല. 3 traffic light blinks at the interval 30 seconds, 40 seconds, 60 seconds. If they blink together at 7 AM, after how many minutes they blink together again? ഇവിടെ സെക്കൻഡ്സ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത്. ടൈം വരുമ്പോൾ എന്ത് തന്നെ കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. 30, 45, 60 ഇതിൻ്റെ LCM എടുക്കുക. രണ്ടിനെ ഈ 3 നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, അപ്പോൾ അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഏത് വേണമെങ്കിലും എടുക്കാം. 30 ഡിവൈഡഡ് ബൈ 5 6, 45 ഡിവൈഡഡ് ബൈ 5 9, 60 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 12. ഇതെല്ലാം വീണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ 2 എഴുതാം, ഇവിടെ 3 എഴുതാം, ഇവിടെ 4 എഴുതാം. അപ്പോൾ വീണ്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ 1 എഴുതാം, ഇവിടെ 3 എഴുതാം, ഇവിടെ 2 എഴുതാം. അപ്പോൾ ആൻസർ വരുന്നത് 5 times, 3 times, 2 times, 2 times 3. അപ്പം ആൻസർ വരുമ്പോൾ 5 × 2 10, 10 × 9 90, 90 × 2 180 ആണ്. 180 സെക്കൻഡ്സിലാണ് വന്നത്. അപ്പം 180 സെക്കൻഡ്സിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. അപ്പോൾ 3 മിനിറ്റ് എന്ന് കിട്ടും. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ഇവരെന്ത് ചെയ്യും? ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ട്രാഫിക് ലൈറ്റ് അങ്ങനെയല്ല, ഒത്തിരി അവരൊന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 AM അത് വീണ്ടും ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യും. 2 rectangular plots of length 42 meters, 63 meter are divided into equal square plot without any land left. ഒന്നും വിട്ടിട്ടില്ല, ലാർജസ്റ്റ് പോസിബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിൻ്റെ HCF? 42ൻ്റെ 63യുടെ HCF. ഇത് മൂന്നും ഈ രണ്ട് നമ്പറും ഡിവിസിബിൾ ബൈ 3ഉം ആണ് 7ഉം ആണ്. അപ്പം 3 × 7 എന്ന് പറയുമ്പോൾ 21 ആയിരിക്കും അതിൻ്റെ സൈഡ് വരുന്നത്. അപ്പം സൈഡ് 21 കിട്ടി. പിന്നെ നമ്പർ ഓഫ് സച്ച് പ്ലോട്ട്സ്, അങ്ങനത്തെ എത്ര പ്ലോട്ടുകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 42നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 63നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 42 ഡിവൈഡഡ് ബൈ 21 എന്ന് പറയുമ്പോൾ 2 കിട്ടും. 63 ഡിവൈഡഡ് ബൈ 21 എന്ന് പറയുമ്പോൾ 3 കിട്ടും. അപ്പോൾ ടോട്ടൽ പ്ലോട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 2 × 3 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ നമുക്ക് അങ്ങനത്തെ 6 പ്ലോട്ട് ഉണ്ടാക്കാൻ പറ്റും.
Find the HCF and LCM of 36 and 48 using prime factorization method. Verify HCF into LCM എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ 36 into 48 ചെയ്യുക. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1728 ആണ്. ഇനി ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 144ഉം HCF എന്ന് പറയുന്നത് 12 ആണ്. കാരണം ഇത് രണ്ടും 3 കൊണ്ടും പിന്നെ 4 കൊണ്ടും 2 into 2 ആയിട്ടാണ് വന്നത്. ഈ 12 into 144 എന്ന് പറഞ്ഞതും 1728 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. Find the smallest digit that should be replace the blank in 33,500 something 2 so that the number is divisible by 3ഉം 5ഉം ആയിട്ട് അത് divisible ആയിരിക്കണം. 3ഉം 5ഉം ആയിട്ട് divisible ആവണമെങ്കിൽ ഇത് സം ഓഫ് ദ ഡിജിറ്റ് എടുക്കുക. 3 + 5 + dash plus 2 നോക്കുക. അപ്പം 3 + 5 8 8 + 2 10. 10ൻ്റെ കൂടെ ഒരു 2ഉം കൂടി കിട്ടിയാൽ മതിയല്ലോ 13 ആവാനായിട്ട് 12 ആവാനായിട്ട്. 12 ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് divisible by 3 ആണ് വന്നത്. അപ്പം ഹെഡ്സിൻ്റെ സ്ഥാനത്ത് divisible by 3 ആക്കാൻ നമ്മൾ എന്ത് എഴുതി വെച്ചാൽ മതി? 2 എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ 2 എഴുതാം, 5 എഴുതാം, 8 എഴുതാം. 3 കൊണ്ട് divisible ആവാൻ 12 കഴിഞ്ഞാൽ 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ 15 കിട്ടും. 8 ആഡ് ചെയ്താൽ 18 കിട്ടും. 3 കൊണ്ട് divisible ആകാനായിട്ട് നമുക്ക് 5ഓ 8ഓ 2ഓ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് divisible by 5 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ലാസ്റ്റത്തെ ഡിജിറ്റ് 2 ആണ്. 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ 5 കൊണ്ട് divisible ആക്കാൻ പറ്റില്ല. 5 ലാസ്റ്റത്തെ ഡിജിറ്റ് 5ഓ 0ഓ വന്നാൽ മാത്രമേ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. A farmer has 15 mango trees, 28 guava trees. He wants to plant them in equal rows so that number of trees and only one type of tree. മാക്സിമം നമ്പർ ആണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് HCF ആണ് വരുന്നത്. ഈക്വൽ റോയും ഈ സെയിം നമ്പർ ഓഫ് ട്രീസും വേണം. അപ്പം 15ൻ്റെയും 28ൻ്റെയും HCF നോക്കുക. ഇതിൻ്റെ അകത്ത് HCF എന്ന് പറയുന്നത് ഇവരിൽ തമ്മിൽ ആരും കോമൺ ഒന്നുമില്ല. അപ്പം HCF എന്ന് പറയുന്നത് 1 ആണ് വന്നത്. മാക്സിമം ട്രീസ് ഇൻ ഈച്ച് റോ എന്ന് പറയുന്നത് 1 ആണ്. ഒരു റോയിൽ ഒരു ട്രീയെ ഒരു റോയിൽ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. അപ്പം റോ ഓഫ് മാംഗോസ് 15, റോ ഓഫ് ഗുവാസ് എന്ന് പറയുന്നത് 18 ആണ് വന്നത്. ഇനി 21st question. A sport teacher of KV Ernakulam wants to divide 72 students from class 6A, 108 from class 6-2. അങ്ങനെയാണെങ്കിൽ 72ൻ്റെയും 108ൻ്റെയും HCF കണ്ടുപിടിക്കാം. HCF എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് 72ന് നമുക്ക് 2 × 2 × 2 2 ക്യൂബ് × 3 സ്ക്വയറിന് എഴുതാം. 108ന് 2 സ്ക്വയർ × 3 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് ഫാക്ടർ HCF കണ്ടുപിടിക്കാനായിട്ട് 2ൻ്റെ ലോവസ്റ്റ് ഫാക്ടർ നോക്കുക. 2ൻ്റെ ലോവസ്റ്റ് ഫാക്ടർ 2^2ഉം 3യുടെ ലോവസ്റ്റ് ഫാക്ടർ 3^2 ആണ്. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 36 ആയിരിക്കും. പിന്നെ വാട്ട് ഡസ് HCF റെപ്രസെൻറ്റ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രോബ്ലം? HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈച്ച് ടീമിനെ നമുക്ക് 36 സ്റ്റുഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹൗ മെനി ടീംസ് ക്യാൻ ബി ഫോംഡ് ഫ്രം ഈച്ച് ക്ലാസ്? ഓരോ ക്ലാസ്സിൽ നിന്നും എത്ര ടീംസ് ഫോം ചെയ്യാൻ പറ്റും? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 72 ഡിവൈഡഡ് ബൈ 36 2 ആണ് കിട്ടും. പിന്നെ 108 ഡിവൈഡഡ് ബൈ 36 ചെയ്യുമ്പോൾ 3 ആണ് കിട്ടും. അപ്പോൾ ആദ്യത്തേന്ന് 2 ടീംസും പിന്നത്തേന്ന് 3 ടീംസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 buses ലീവ് എ ബസ് സ്റ്റേഷൻ അറ്റ് ദ സെയിം ടൈം. ബസ് എ ഡിപ്പാർട്ട് ചെയ്യുന്ന 20 മിനിറ്റും ബസ് ബി 30 മിനിറ്റും ബസ് സി 40 മിനിറ്റും. ഇനി ഹൗ മെനി മിനിറ്റ്സ് വിൽ ഓൾ 3 buses ലീവ് ടുഗദർ അഗെയിൻ? ഒരുമിച്ച് എപ്പോഴാണ് ലീവ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. ഒരുമിച്ച് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCM കണ്ടുപിടിക്കുക. ഈ 3ൻ്റെ LCM എന്ന് പറയുമ്പോൾ 120 മിനിറ്റ് ആണ് കിട്ടുന്നത്. 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 hours കിട്ടും. അപ്പം ഒരുമിച്ച് ഇനി ലീവ് ചെയ്യണത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഇഫ് ദ ഫസ്റ്റ് ഡിപ്പാച്ചർ 7 AM ആണെങ്കിൽ നെക്സ്റ്റ് ഡിപ്പാച്ചർ 9 AM-ത്തിനായിരിക്കും, 2 മണിക്കൂർ കഴിഞ്ഞു. What is a mathematical concept help to find answer? ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഏതാണ്?
നമ്പർ നമുക്ക് ഏതാ LCM ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരുമിച്ച് ഒരേ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ എടുത്തിട്ട് അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കറക്റ്റ് ഏത് ടൈമിലാണ് പോകണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് നെക്സ്റ്റ് വർക്ക്ഷീറ്റാണ്. സെയിം ചാപ്റ്ററിൻ്റെ തന്നെ നെക്സ്റ്റ് വർക്ക്ഷീറ്റ്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഗ്രേഡ് 6 ഓൺവേർഡ്സ് ഗ്രേഡ് +2 വരെയുള്ള പോർഷൻസിൻ്റെ വർക്ക്ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ പോർഷൻസ് എല്ലാം ഇടുന്നുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A cell in a grid is called a supercell when. എപ്പോഴാണ് അതിനെ സൂപ്പർ സെൽ എന്ന് വിളിക്കണേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡെഫിനേഷൻ ഓഫ് എ സൂപ്പർ സെൽ എന്ന് പറയുമ്പോൾ എന്താ? നടുക്ക് കിടക്കണത് വലിയതും ബാക്കി അപ്പുറം ഇപ്പുറം കിടക്കണ എന്തായിരിക്കണം? ചെറുതുമായിരിക്കണം. ഇറ്റ് ഈസ് ലാർജർ ദാൻ ഓൾ ദ നൈബറിംഗ് സെൽ. തൊട്ടടുത്ത് കിടക്കുന്ന സെല്ലിനേക്കാളും എല്ലാം വലിയതാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർ സെൽ എന്ന് പറയുന്നത്. 45, 78, 92, 31, 60 സൂപ്പർ സെൽ ഏതാണ്? സൂപ്പർ സെൽ എന്ന് പറയുമ്പോൾ 92 ആണ് വലിയത്, അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് ചെറുതാണ് വന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വന്നത്. വിച്ച് നമ്പർ ലൈൻ ഓർഡർ ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നത്? ഏറ്റവും വലിയത് 9950, പിന്നെ 30 ലൈൻ ഓർഡർ കറക്റ്റ് ഓർഡറിൽ വന്നത് സ്മോളർ ടു ലാർജർ. ഇതാണ് കറക്റ്റ് ഓർഡറിൽ വന്നത്. ഇവിടെ ഇത് ആരോ മാർക്ക് തെറ്റിപ്പോയി. എങ്ങോട്ടേക്കാണോ തുറന്നിരിക്കണം അവർ വലിയതാണെന്ന് പറഞ്ഞത്. ഇവിടെ 2180 വലിയതെന്നാണ് വന്നേക്കുന്നത്. അതെന്തായാലും തെറ്റാണ്. ഡിജിറ്റ് സം ഓഫ് 68. 68ന്റെ ഡിജിറ്റ് സം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6ഉം 8ഉം കൂടി ആഡ് ചെയ്യാം. 14 ആണ് വന്നത്. ഈ 14നോട് ഈക്വൽ ആയിട്ടുള്ളത് ആരാന്ന് നോക്കും. ഇവിടെ 7 + 7 14. ഇവിടെ ഓപ്ഷൻ 4ന്റെ ഓപ്ഷൻ എ ആണ് വന്നത്. അതുപോലെ തന്നെ 5 + 5 10 ആണ്. 10 + 4 14. ഇതും കറക്റ്റ് ആണ്. അപ്പോൾ വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ബി എന്നാണ് വന്നത്. രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലൊരു ഓപ്ഷൻ അല്ല എടുക്കാൻ പറ്റും. അടുത്തത് ദ ഡിജിറ്റ് 8 ഒക്കേഴ്സ് ഡാഷ് ടൈം ബിറ്റ്വീൻ 1 and 100. ഡിജിറ്റ് 8 എത്ര ടൈം ഒക്കർ ചെയ്യുന്നുണ്ട്? അപ്പം 20 ടൈംസ് ആണ്. അത് എഴുതി നോക്കിയാൽ മതി. 8, 18, 28 അങ്ങനെ. പിന്നെ 80 ഓൺവേർഡ്സ് 88 2 പ്രാവശ്യം വരുന്നുണ്ട്. അതും കൗണ്ട് ചെയ്യും. ഇനി 12 hour കോക്കുള്ള ടൈം 10 1ഉം 11 11 എന്ന് പറയുന്നതും പാലിൻഡ്രോമിക് ആണ്. പിന്നെ 7th ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഫൗണ്ട് ബൈ ദ ഡിജിറ്റ്. ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 7432, സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 2347. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പം 5085. If a 4-digit number is arranged in ascending and descending order subtracted repeatedly, the result finally is. ഒരു 4-digit നമ്പർ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതിയിട്ട് അത് റിപ്പീറ്റഡ്ലി സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്തിച്ചേരുന്ന ഏതിലായിരിക്കും? 6174 എത്തിച്ചേരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻ എസ്റ്റിമേഷൻ പെർമിറ്റ് അപ്രോക്സിമേറ്റ് 29 + 29 to 35 അപ്രോക്സിമേറ്റ്ലി. 32നെ 30ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക, 29ലെ 30ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക, 35ന് 40ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 100 ആയിരിക്കും വരുന്നത്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് എപ്പോഴും കറക്റ്റ് ആയിട്ട് വരുന്നത്? എപ്പോഴും 5 ഡിജിറ്റും 3 ഡിജിറ്റും ആഡ് ചെയ്താൽ നമുക്ക് 6 ഡിജിറ്റ് ആയിരിക്കും കിട്ടണം. റൈറ്റ് എനി 5 നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് സം ഈസ് 15. ഏതെങ്കിലും 5 നമ്പേഴ്സ് ചെയ്ത് അതിൻ്റെ സം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. 78, 159, 249, 357, 606. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സിഗ്നിഫിക്കൻസ് ഇൻ സൂപ്പർ സെൽ കൺസെപ്റ്റിൽ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡിഫറൻസ് 5085 ആണ് തന്നെ. ഇറ്റ് ഷോസ് how numbers can differ widely similar to identify a supercell that is higher than neighbors. Show that Capricor's process on 608 reaches 6174. The Capricor's process descending is 8760,
Ascending it is 6078. Then subtracting you will get 8082. Then write it descending order, it is 8820. Ascending it is 0288. Subtracting you will get 8532. Again write the descending order. Then ascending order is 2358. Subtracting you will get 6174. Find the digit sum pattern for consecutive 3 numbers. What do you observe? Digit sum pattern എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. ഇവിടെ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഇവിടെ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അപ്പം എല്ലാം എന്ത് ചെയ്യുക? 3യുടെ ഡിഫറൻസ് 3 ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഹവേഴ്സ് യു സ്പെൻഡ് ഇൻ സ്കൂൾ പെർ ഇയർ ആൻഡ് ജസ്റ്റിഫൈ. നമ്മൾ ഒരു ദിവസം സ്കൂളിൽ ഇപ്പോൾ 6 hours ആണെങ്കിൽ ഒരു ഡേയിലാണ് 6 hours. അപ്പം 1 year എന്ന് പറയുമ്പോൾ 365 days ആണ്. 365 days ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ 220 days പോകുന്നുള്ളൂ. ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് വാല്യൂ ആട്ടോ. 220 into 6 ചെയ്യുക. അപ്പോൾ നമുക്ക് 1320 എന്ന് കിട്ടും. അതിനൊരു എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ 1300 hours ആയിരിക്കും നമ്മൾ സ്കൂളിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി fill a 3x3 grill with the numbers so that maximum number of cells are super cells. Super cells ആയിട്ട് കിട്ടണം. അപ്പം ചെയ്ത് നോക്കുക. 950, 300, 920, 250, 999, 270. പിന്നെ വരുന്നത് 200. വലിയ നമ്പർ എടുക്കുക. 940, 253. ഇഷ്ടമുള്ള ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് മാക്സിമം സെല്ല് വന്നിട്ടുണ്ട്. Using the digit to form 5 distinct 5-digit number of home ചെയ്യുക. Find the largest and smallest number അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 76310 സ്മോളസ്റ്റ് വരുമ്പോൾ 10367. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 65943. Draw a number line from 1000 to 10,000 and locate the numbers. Explain the placement. അത് ചെയ്ത് നോക്കുക. Create a 3-digit collage sequence and show how it reaches 1. 6, 3, 10, 5, 16, 8, 4, 2, 1. ലാസ്റ്റ് ഇതിൽ എന്ത് ചെയ്തു? Sequence ends at 1. Write all the palindrome numbers between 1000 and 2000 ന്റെ ഇടയ്ക്കുള്ള എല്ലാ palindrome numbers എഴുതണം. അപ്പോൾ 1001, ഇത് 1221, 1331, അങ്ങനെ 1441, 1551, 1661, അങ്ങനെ നമുക്ക് 1991 വരെ എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് വൺസ് എന്ന് പറയുന്നത് 110 ആയിരിക്കും. Can either Amal or Ishan says 2 or why or why not? Sequence card either 0, 1, 2, 1, 0. Amal and Ishan stand at the ends. No. Hence, Amal and Ishal have only one neighbor, so they can never say 2. 2 പറയാൻ പറ്റില്ല. Draw one possible arrangement of height that fits the sequence. സീക്വൻസിൽ വരുന്ന അറേഞ്ച് ചെയ്യാം. അപ്പം ഏറ്റവും ചെറിയ ആള്, ഏറ്റവും ഹൈറ്റ് കൂടിയ ആള് ഏറ്റവും മുന്നിൽ ചാരു, പിന്നെ ബിനു, പിന്നെ ദീപ, പിന്നെ അമൽ, പിന്നെ ഈഷ. ഈ സെയിം നമ്പർ വന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. Explain the reasoning pattern that connect the height order and the taller neighbor number. Each children number equal to count the taller neighbors besides them. Symmetric give the pattern 0, 1, 2, 1, 0. Meena noticed 12:21. Her clock looked same forward and backward. Later she writes 02, 02, 20, 20, which also reads same.
ലിസ്റ്റ് any 3 other palindrome times of 12 hour clockൽ വേറെ palindrome time 0110 0220 0550 പിന്നെ 1111 two palindromic collateral of the 21st century palindromic collection പറഞ്ഞ 22 02 2022 11 02 2011. Why are such times and dates are called palindromic? എന്തുകൊണ്ടാണ് palindromic എന്ന് പറയാൻ പറ്റും? ഇത് palindrome ആയിട്ട് പറയാൻ പറ്റും. They read the same backward and forward. മുമ്പോട്ട് എഴുതിയാലും ബാക്ക്വേർഡ് എഴുതിയാലും palindrome സെയിം റീഡ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്പേഴ്സ് palindrome അല്ല. ഇത് 2212 എന്നാണ് വന്നത്. ബാക്ക്വേർഡ് എഴുതി കഴിഞ്ഞാൽ ഇത് palindrome ആയിട്ട് വരില്ല. Because the digit don't mirror exactly. Okay, bye.